പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുപ്പിറവിയിലൂടെ അങ്ങേ മക്കളായ ഞങ്ങൾ കർത്താവെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ സാധാരണ നിമിഷങ്ങളിൽ പരിപരിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അത് രോഗമായും അതുപോലെ തന്നെ സഹനമായും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളായൊക്കെ കടന്നു വരുമ്പോൾ ഈ ജീവൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ ജീവിതയാത്ര കർത്താവെ സന്തോഷപൂർവ്വം കർത്താവ് വിജയപൂർവ്വം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യ ജീവിതത്തിൽ. ഇന്നലെ നമ്മൾ എപ്പിഫനി അഥവാ ഈശോയുടെ വെളിപ്പെടുത്തലിൻ്റെ മാമോദീസായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. കർത്താവ് അവിടുന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഈ പുത്രനായ ഈശോ ലോകത്തിലേക്ക് വന്നത് എന്നെയും നിന്നെയും ദൈവമക്കളാക്കി മാറ്റാൻ വേണ്ടി. കർത്താവെ, ഈ ഒരു ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാർ ഏതൻ തോട്ടത്തിൽ ആ ദൈവമക്കളുടെ പദവി നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവിടുന്ന് ലോകത്തിലേക്ക് വന്ന് നമ്മെ അവിടുന്ന് വീണ്ടെടുത്തു. അവിടുത്തെ ആ വലിയ മനുഷ്യാവതാരമാകുന്ന രഹസ്യത്തിലൂടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിന്റെ ആഴങ്ങളിൽ കടന്നുകൊണ്ട് അവിടെ പ്രകാരം എഴുതുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ദൈവം, പ്രിയമുള്ളവരെ, ഒരു ആശയമല്ല. ദൈവം ഇന്ന് ആശയമായിട്ടാണ് മനുഷ്യരെ കാണുക. കാരണം അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല, അതൊരു അനുഭവമായിട്ട് മാറുന്നില്ല. ബുദ്ധിയുടെ തലത്തിൽ മാത്രം ദൈവത്തെ കാണുന്ന ഒരു മനുഷ്യന്റെ സമീപനം എന്നുള്ളപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന രോഗാവസ്ഥകള്, തകർച്ചകള്, ജീവിതത്തിൽ നമുക്കൊരു നിരാശയുടെ അനുഭവങ്ങള്, വഴിമുട്ടിയ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ കരം പിടിച്ച് കൂടെ നടക്കാൻ ഇമ്മാനുവേലായി ദൈവം നമ്മോടൊപ്പം നടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാണ്, അതിനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ അവിടുത്തെ നമ്മൾ കൂടെ കൂട്ടണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് അവിടുന്ന് കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, സാധാരണ ജീവിതത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നാം ഓരോരുത്തരും ഈ ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് ഇന്ന് നമ്മൾ മാറണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായം അതിന്റെ 40-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് അന്ത്യവിധിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് ജീവിക്കുന്നത് നമ്മളിലൂടെയാണ്. അവിടുന്ന് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ കരങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാദങ്ങൾ ഉപയോഗിച്ച് അവിടുന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാതുകളിലൂടെ കേൾക്കാൻ, നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെയുള്ള ഒരു ഇടപെടൽ, ഒരു നോട്ടം, ഒരു നല്ല വാക്ക്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു മനസ്സ്, ദൈവം തന്ന വിലപ്പെട്ട സമയം ദൈവത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോഴൊക്കെ ദൈവം ജീവിക്കുകയാണ് നമ്മളിലൂടെ. ഈ ക്രിസ്തുമസിന്റെ തുടർന്നുള്ള ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവ് ഒരു സാന്നിധ്യമായി നമ്മുടെ കൂടെ ഉണ്ടാകണം. കുടുംബ ജീവിതത്തില്, അതുപോലെ തന്നെ തൊഴിലിടങ്ങളില്, കണ്ടുമുട്ടുന്നവരുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് നമ്മൾ മാറണം. പ്രിയമുള്ളവരെ, ഈ ജനഹ കാലത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്ന സമയമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവം ഇന്ന് തന്നെ വെളിപ്പെടുത്തുന്നത് നിന്നിലൂടെയും എന്നിലൂടെയുമാണ്. നമുക്കതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സാന്നിധ്യമാകുന്ന ദൈവത്തിന്റെ ആ കരങ്ങളിലെ ശക്തമായ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ എന്ന് കർത്താവേ
അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ അയൽക്കാർക്ക്, എൻ്റെ ഇടവകാംഗങ്ങൾക്കെല്ലാം കർത്താവെ, അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് മാറണം. അതിന് ഞാൻ തന്നെ മാറണം. എൻ്റെ മനോഭാവങ്ങൾ മാറണം. എൻ്റെ ഹൃദയം തുറക്കപ്പെടണം. അതിനായിട്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേറ്റടുത്ത് അങ്ങനിലൂടെ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.